ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ഒരു ബീഡ്സിൻ്റെ ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ അല്ലെങ്കിൽ ഷോളിൻ്റെയും സാരിയുടെ സൈഡിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ബീഡ്സിൻ്റെ ഒരു വർക്കാണ് കേട്ടോ. അത് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു വർക്കാണിത്. നമുക്ക് ഷോളിൻ്റെ ഒക്കെ സൈഡിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വർക്കൊക്കെ കൊടുക്കാൻ പറ്റും. കൈയിൻ്റെ പോർഷനിൽ, പാൻറ്റിൻ്റെ താഴെ സൈഡിലൊക്കെ നമുക്ക് ഈ ഒരു വർക്ക് കൊടുക്കാം കേട്ടോ. സാരിയിലൊക്കെ പ്ലെയിൻ സാരിയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ബീഡ്സിൻ്റെ ഒരു വർക്ക് സൈഡിൽ കൂടെയൊക്കെ നമുക്ക് കൊടുത്തിടാം കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു വർക്ക് നമ്മൾ ചുരിദാറിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരി ഒന്ന് അടിച്ചതിന് ശേഷമാണ് നമ്മൾ തുന്നി കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. തുന്നി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അരി മടക്കി കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചുരിദാറിൻ്റെ ആണെങ്കിൽ അരി അടിച്ചതിന് ശേഷം നമുക്ക് തുന്നി കൊടുക്കാം കേട്ടോ. ഷോളിൻ്റെയും സാരിയിലെയും ഒന്നും പിന്നെ അങ്ങനത്തെ അടിച്ചു കൊടുക്കേണ്ട പ്രശ്നം വരുന്നില്ല. നമുക്കിതിൽ ആദ്യം തന്നെ നൂലിലൊന്ന് സൂചിയും നൂലും എടുത്തിട്ട് നമ്മൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നും ഇവിടെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സൂചി നൂലും കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഗോൾഡിൻ്റെ ഒരു ബീഡ് ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു വൈറ്റ് ബീഡാണ് നടുവിൽ. ആദ്യം ഒരു ഗോൾഡ് ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു 3 എണ്ണം നമുക്കിങ്ങനെ കയറ്റി കൊടുക്കാം. ഇതിന് ഈ ഒരു അറ്റത്ത് കൊണ്ട് നിർത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്യാപ്പ് എത്രയാണെന്ന് ഒന്നിങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. ഈ ഒരു 3 എണ്ണം കൊണ്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് നമുക്ക് ഈ അവസാനത്തെ ബീഡ് കിടക്കണതിൻ്റെ അവിടെ തന്നെ ഈ തുണിയിലും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. തുണിയിലൊന്ന് സൂചി കയറ്റിയിട്ട് ഈ അവസാനം ഇട്ട ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറ്റി കൊടുക്കണം കേട്ടോ. ഈ അവസാനം ഇട്ട ഗോൾഡ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ സൂചി കയറ്റുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ 2 ബീഡ് ഇടണുള്ളൂ കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റത്തെ ഇതിലാട്ടോ 3 എണ്ണം ഇടുന്നത്. അത് കഴിയുമ്പോൾ തുടങ്ങി 2 എണ്ണം ഇടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഒരു വൈറ്റ് ബീഡ് ആദ്യം തന്നെ ഇടുക. പിന്നെ ഒരു ഗോൾഡ് ഇടുന്നുണ്ട്. ഈ ഗോൾഡ് ഇട്ടിട്ട് ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ നേരെ തന്നെ ഈ തുണിയിലൊന്ന് സൂചി കുത്തി ഈ ഒരു ഗോൾഡ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ സൂചി കയറ്റി കൊടുക്കണം കേട്ടോ. സൂചി കയറ്റി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. ഇത് നൂലൊന്ന് അങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്മളൊന്ന് ഈ ബീഡ്സിനെ ഒന്ന് ഇവിടെ ഉറപ്പിച്ച് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു ലൂസായിട്ട് ഇങ്ങനെ എടുക്കും കേട്ടോ. ഞാൻ ആദ്യം നമ്മൾ വൈറ്റ് ബീഡ് എടുത്തു. പിന്നെ ഒരു ഗോൾഡ് ബീഡും കൂടി എടുക്കുന്നുണ്ട്. ഇനി ഇവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷം നമ്മളൊരു ഗ്യാപ്പ് എത്രയാണെന്ന് നോക്കിയിട്ട് അവിടെ ആ തുണിയിലൊന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഗോൾഡ് ബീഡിലും കൂടെ ഉള്ളിക്കൂടെയും കൂടെ നമ്മൾ കയറ്റി കൊടുക്കുക. തുണിയിൽ കുത്തി അതേ ഇതിൽ തന്നെ ഗോൾഡ് ബീഡിൻ്റെ ഉള്ളിക്കൂടെയും കുത്തി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ബീഡ്സ് ഒന്ന് ഉറച്ചവിടെ നിൽക്കും. നൂലൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഞാൻ ആദ്യം വൈറ്റ് എടുത്തു. പിന്നെ ഒരു ഗോൾഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കൊണ്ടുവന്ന് നിർത്തി ഗ്യാപ്പ് എത്ര ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് തുണിയിൽ ആദ്യം കുത്തുക. എന്നിട്ട് ഈ വൈറ്റ് ഗോൾഡ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ സൂചി കയറ്റിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ കേട്ടോ നമ്മുടെ ഈ ഒരു ഡിസൈൻ പോണ്. ഇത് തുണിയുടെ നല്ല ഭാഗം ഇപ്പുറത്താട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു സൂചി കുത്തുന്നത്
ഈ മടക്കി തയ്ച്ച ഈ ബാക്ക് ഭാഗത്താട്ടോ നമ്മൾ ഈ ഒരു സൂചി നമ്മൾ കുത്തിയെടുക്കുന്നത്. നമുക്ക് ആദ്യം ഒരു വൈറ്റ് ബീഡും ഒരു ഗോൾഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈസ് നോക്കിയിട്ട് എത്ര നീട്ടം വേണ്ടതെന്ന് നോക്കുക. അവിടെ സൂചി കുത്തുക, തുണിയിൽ കുത്തി കൊടുക്കുക. അതേ ഗോൾഡ് ബീഡിലും കയറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് അമർത്തി പിടിക്കുക. ഇവിടെ അമർത്തി പിടിച്ചിട്ട് വലിക്കുക. ടൈറ്റ് ചെയ്ത് നിർത്തുക കേട്ടോ. വൈറ്റ് എടുത്തു, പിന്നെ ഒരു ഗോൾഡ് ഇട്ടു. തുണിയിൽ കയറ്റി കൊടുത്തു. ഗോൾഡിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി കൊടുത്തു. നമുക്ക് സാരിയുടെ സൈഡിലൊക്കെ ചെയ്യാൻ നല്ലൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ബീഡ്സ് കുറച്ച് സൈസ് ഉള്ളത് എടുത്തു കൊടുക്കുകയാണെങ്കിൽ സാരിയിലൊക്കെ നല്ലൊരു വർക്കായിരിക്കും കേട്ടോ. അത് അര ബ്ലൗസ് തയ്ക്കുമ്പോഴായാലും അതിൻ്റെ നെക്കിലൊക്കെ നമുക്ക് ഈ ഒരു ബീഡ്സ് വർക്ക് കൊടുക്കാം കേട്ടോ. തയ്ച്ച് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ അത്. ഇപ്പോൾ ചുരിദാറിൽ ഒട്ടും വർക്കില്ലാത്തൊരു ചുരിദാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് വർക്ക് ചെയ്തതിൻ്റെ ഒരു അറ്റം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡ് ബീഡ് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കെട്ടിക്കൊടുക്കുക കേട്ടോ. അവസാനം ഈ തുണിയിൽ നമുക്കിങ്ങനെ കെട്ടിക്കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ സൂചി നൂലും കൂടെ കെട്ടി കൊടുക്കുക. അങ്ങനെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അങ്ങനെ നമുക്കിതിൻ്റെ സൈഡിലായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ലേസൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. പലതരത്തിലുള്ള ലേസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഒരു ലേസൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ മെഷീനിൽ വെച്ച് തയ്ച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്കൊരു ലേസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിപ്പോൾ തുന്നി കൊടുക്കണമെങ്കിൽ തുന്നി കൊടുക്കാം കേട്ടോ. നമ്മുടെ വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് വരുന്നത്. ഈ ഒരു വർക്ക് ഇപ്പോൾ കളർ അനുസരിച്ച് ബീഡ്സിൻ്റെ കളർ അനുസരിച്ച് ഇതിൻ്റെ ഭംഗിയിലും മാറ്റം വരും കേട്ടോ. അപ്പോൾ നമുക്ക് സാരിയിലൊക്കെ നമുക്ക് ഈ ഒരു വർക്ക് ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വർക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം കേട്ടോ.